പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇന്നലെ വിജയദശമിയൊക്കെ ആഘോഷിച്ച് അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിൽ എണീറ്റ് വരുന്ന സമയമൊക്കെ ആയിരിക്കും ഇതല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത്രയും ദിവസം 2 ദിവസത്തോളം ബുക്ക് പൂജയ്ക്ക് വെച്ച് ഇന്നലെ പൂജയെടുത്ത് ഇനിയിപ്പോൾ പഠിക്കണമല്ലോ എന്നുള്ള ചിന്തയോടെ എണീക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കോ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സർക്കാരുമായി തുറന്ന പോരിന് കത്തോലിക്ക സഭ. NSS സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനം മാത്രം അംഗീകരിച്ചതിൽ കടുത്ത വിയോജിപ്പ്. അംഗീകാരം കാത്തിരിക്കുന്നത് 25,000-ഓളം അധ്യാപകർ. ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ന്യൂസ് 18നോട്. സഭയ്ക്ക് രാഷ്ട്രീയ താൽപര്യമാണെന്ന് തിരിച്ചടിച്ച് വിദ്യാഭ്യാസ മന്ത്രി. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ കത്തോലിക്ക സഭയുടെ നിർണായക രാഷ്ട്രീയ ഇടപെടൽ. കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. പരസ്പരം മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് നേതാക്കളോട് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. കേരളത്തിലും പുറത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ വിജിലൻസ്. ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. വിവാദങ്ങളിൽ ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെടും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കാനുള്ള യോഗവും ഇന്ന്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ പാക് അധിനിവേശ കശ്മീർ സംഘർഷഭരിതം. പ്രക്ഷോഭങ്ങൾക്ക് നേരെയുള്ള സൈന്യത്തിന്റെ വെടിവയ്പിൽ പ്രതിഷേധം ശക്തം. സമരക്കാരുമായി ചർച്ചയ്ക്ക് സർക്കാർ പ്രതിനിധികൾ മുസാഫറാബാദിൽ. കരൂരിലെ TVK റാലി ദുരന്തത്തിൽ വിജയ്ക്കും തമിഴ്നാട് സർക്കാരിനും ഇന്ന് നിർണായകം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVKയുടെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ. മധുര ബെഞ്ചിന് മുന്നിലുള്ള ഹർജിയിൽ പ്രധാന ആരോപണം DMK സർക്കാരിനെതിരെ. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയും പരിഗണിക്കും. കരൂരിൽ MA ബേബിയുടെ നേതൃത്വത്തിൽ CPM പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. വാർത്തകളിലേക്ക് വിശദമായി വരാം. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനത്തെ ചൊല്ലി സർക്കാരും കത്തോലിക്ക സഭയും തമ്മിൽ പുതിയ പോർമുഖം തുറക്കുന്നു. ഭിന്നശേഷി ഒഴിവുകളുടെ ലിസ്റ്റ് കൈമാറാത്തതിന്റെ പേരിൽ എയ്ഡഡ് നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നില്ലെന്നാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റുകളുടെ ആരോപണം. NSS സ്കൂളുകൾക്ക് മാത്രം നിയമന അംഗീകാരം നൽകിയത് പ്രതിഷേധക്കാർ ചോദ്യം ചെയ്യുകയാണ്. 25,000-ഓളം അധ്യാപകരാണ് നിയമന അംഗീകാരം കിട്ടാതെ കാത്തിരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റ്. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിന് ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റുമായിട്ട് സംഭാഷണത്തിലാണ്. ഞങ്ങളിപ്പോഴും സംഭാഷണത്തിലാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നുള്ള വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ന്യായമായിട്ടുള്ളത് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ സത്യവാങ്മൂലം കൊടുത്തു. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്ത് ഈ നിയമനങ്ങൾ ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു
വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. അതായത് ഇത് കൊടുത്തില്ലെങ്കിലും ഇത് NSSന് മാത്രമുള്ള വിധിയാണ്, അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെയോ മറ്റു മാനേജ്മെന്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇവർക്ക് ഈ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ട് മറ്റു പോസ്റ്റുകൾ അംഗീകരിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പറയുന്നു നമ്മൾ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. അതെങ്ങനെയാണ് മന്ത്രിക്ക് അത് പറയാൻ സാധിക്കുക? പിന്നെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ തടസ്സപ്പെടുത്തുന്നു, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? കാരണം ഞങ്ങൾ ഈ പോസ്റ്റുകളെല്ലാം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടും, കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് 2022 ശേഷം നിയമനങ്ങൾ നടത്തേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് പല പ്രാവശ്യം പരസ്യം കൊടുത്തിട്ടും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ല. ആ സാഹചര്യത്തിൽ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ചർച്ചകളൊക്കെ ആകാം, പക്ഷെ നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സഭകളുടെ നിലപാട് ഫലത്തിൽ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് എന്നതാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അതെ, ഞങ്ങൾക്ക് സങ്കടകരം ഇതാണ്, ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ അവിടെ നിന്നുണ്ടാകുന്നു. അതായത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ നിയമലംഘനമാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ നിയമലംഘനമല്ല ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കോടതിയിൽ പോയി ന്യായമായ രീതിയിൽ ഞങ്ങൾ വിധി സമ്പാദിച്ചിട്ടാണ് ഗവൺമെന്റിന്റെ അടുത്ത് ചെല്ലുന്നത്. അതൊരിക്കലും നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെന്റുകളുടെ അംഗീകരിക്കാമല്ലോ. അതെങ്ങനെയാണ് നിയമലംഘനമാകുന്നത്? നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുകയല്ലേ. ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതിനെതിരെ പ്രതിഷേധം നടത്തുന്നവരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലത്തിലൊരു കടന്നാക്രമണം ക്രൈസ്തവ സഭകൾക്ക് നേരെ നടത്തുന്നുണ്ട് മന്ത്രി ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയത്തില്ല. ഏതായാലും ഞങ്ങൾ അങ്ങനെ കൊച്ചു കാര്യങ്ങൾക്കെല്ലാം സമരത്തിന് ഇറങ്ങുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി ഈ സമൂഹത്തിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അത് മലയോരത്തെ വന്യമൃഗ ശല്യമാണെങ്കിലും അതുപോലെ കുട്ടനാടിന്റെ പ്രശ്നങ്ങളാണെങ്കിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ സമരത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ മാത്രമേ. എനിക്ക് തോന്നുന്നില്ല അത് സർക്കാരിന്റെ നിലപാട് പോലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നിലപാടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കാം. കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ തന്നെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ കാണുന്നത്, ഇപ്പോൾ ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാർ ഫലത്തിൽ നിൽക്കുന്നു, ഇപ്പുറത്ത് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഫീലുണ്ടോ, ഒരു വികാരമുണ്ടോ? കാരണം ഒരു ഇപ്പോൾ NSSന്റെ കാര്യത്തിലാണ് ഫലത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ ഏത് സർക്കാരാണെങ്കിലും ജനാധിപത്യ സർക്കാർ, അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർ പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു സമത്വത്തിന്റെ രീതിയിൽ പോകണം. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ട് അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കാൻ പല തന്ത്രങ്ങളും സർക്കാർ പയറ്റുന്നു എന്ന് പറയുന്ന കാലത്താണ് ഈ ഒരു ഇഷ്യൂ കൂടി താരതമ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷെ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ, അതിന് അവർ തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ജനത വിദ്യാഭ്യാസമുള്ള ജനതയാണ്. അവർക്കിത് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവരിത് ചെയ്യും. അതിൻ്റെ പേരിൽ ഇത്രയും 17,000-ഓളം അധ്യാപകരുടെ ഭാവി വെച്ച് അവർ പന്താടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഈ കേരള കോൺഗ്രസുകൾ സർക്കാരിലുണ്ട്, ഫലത്തിൽ അവരുടെ ഒരു പ്രതിനിധി സംഘം കണ്ട ശേഷമാണ് ഇങ്ങനൊരു പ്രതികരണം വരുന്നതുകൊണ്ട് എന്നതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, സർക്കാരിനൊരു ഈ സഭകൾക്ക് പവർ പൊളിറ്റിക്സിൽ സർക്കാരിലുള്ളൊരു സ്വാധീനശേഷി കുറഞ്ഞതായി തോന്നുന്നുണ്ടോ? പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ സഭകൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സഭയ്ക്കുള്ളിലെ പ്രത്യേകിച്ച് അധ്യാപകർ നേരിടുന്ന വലിയ വിഷയം തന്നെയാണ്.
ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. എന്നാൽ NSS സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ വിധിയാണെന്നും ഇത് മറ്റുള്ളവർക്ക് ബാധകമല്ലെന്നുമാണ് സർക്കാർ നിലപാട്. സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നവർക്ക് രാഷ്ട്രീയ താൽപര്യമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. ഈ സമരം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. LDFന് വിരുദ്ധമായിട്ട് എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ള കുറെ ആൾക്കാരാണ് സമരമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൊന്നും ഗവൺമെന്റ് കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് വെച്ചിട്ടൊന്നും മതവും ജാതിയും അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്നും വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരട്ടാൻ നോക്കണ്ട. ചിലപ്പോൾ വിമോചന സമരം നടത്താനൊക്കെ അന്ന് സാധിച്ചെന്നിട്ടുണ്ടാവാം. അതിന്ന് പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ NSSന് മാത്രം സഹായകമാകുന്ന നിലപാടെടുത്തുവെന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആരോപിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാനേജ്മെന്റുകളെ അനുനയിപ്പിക്കാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നോക്കാം എന്താണ് ഈ തർക്കമെന്നതും മാനേജ്മെന്റുകളുടെ വാദം എന്താണെന്നുള്ളതും സർക്കാർ നിലപാട് എന്താണെന്നുള്ളതും സാരംഗ് സുധാകരൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ 4% ഭിന്നശേഷി സംവരണം 2018 നവംബർ 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലുടനീളം നിരവധി ഭിന്നശേഷി ഒഴിവുകൾ നികത്താതെ വന്നതോടെയാണ് ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുകയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെതിരെ NSS സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രധാനമായും ഭിന്നശേഷി ഒഴിവുകൾ നികത്താൻ തക്ക ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു NSS കോടതിയെ ധരിപ്പിച്ച വിഷയം. ഭിന്നശേഷി നിയമനം ഒഴികെയുള്ള മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്തു നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സർക്കാർ പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിയമോപദേശം തേടി. ഇതുപ്രകാരം NSSന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ അതൊരു പൊതുവായ വിധിയല്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ചത്. ഇതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയം. NSS നേരിട്ട അതേ പ്രതിസന്ധിയാണ് മറ്റു മാനേജ്മെന്റുകൾ നേരിട്ടത്. ഒഴിവുകളിലേക്കുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് കാരണം മറ്റൊഴിവുകളിലേക്കുള്ള നിയമനങ്ങൾ സർക്കാർ അംഗീകാരം നൽകുന്നുമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ആളുകളുടെ പട്ടിക ലഭിക്കുന്നില്ല എന്നും മാനേജ്മെന്റുകൾ പറയുന്നു. തുടർന്ന് മാനേജ്മെന്റുകളുടെ ഈ ആശങ്കകൾ പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തേടുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് ജില്ലാ സംസ്ഥാനതല സമിതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. നികത്താൻ കഴിയാത്ത ഭിന്നശേഷി ഒഴിവുകൾ ഈ കമ്മിറ്റികളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനടക്കം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 5000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് വെറും 1500 ഒഴിവുകൾ മാത്രമാണ് മാനേജ്മെന്റുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് മതവും ജാതിയും കാട്ടി വിരട്ടാൻ നോക്കണ്ട എന്ന നിലപാട് മന്ത്രി ശിവൻകുട്ടി എടുത്തത്. എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി സർക്കാരിന് ഉത്തരവിറക്കാൻ കഴിയില്ല. പകരം അവർ കോടതിയിൽ പോയി അനുകൂല വിധി നേടുകയാണെങ്കിൽ അതനുസരിച്ച് മറ്റ് നടപടികൾ എടുക്കാൻ വകുപ്പ് തയ്യാറാണെന്നും മന്ത്രി നിലപാട് അറിയിച്ചു. മാനേജ്മെന്റുകൾക്ക് തങ്ങളുടെ ആശങ്ക സമിതിക്ക് മുൻപാകെ ഇനിയും സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ഇത് ലഭിച്ചാലുടൻ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ വാദം. സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സഭ ഉയർത്തുന്ന ഈ അധ്യാപക നിയമന അംഗീകാര പ്രശ്നം. നേരത്തെ കോഴിക്കോട് ഒരു അധ്യാപികയുടെ മരണത്തിന് വരെ വഴിവെച്ചതാണ് ഈ നിയമന അംഗീകാരത്തിലെ സർക്കാരിന്റെ മെല്ലപ്പോക്ക്. സഭ വളരെ ഗൗരവമായാണ് വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറഞ്ഞ് സർക്കാരിന് വിഷയത്തെ അവഗണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഇക്കാര്യം ഇന്ന് ന്യൂസ് 18 വളരെ ഗൗരവമായ ചർച്ചകൾക്ക് വെക്കുകയാണ്. വിശദമായ ചർച്ച വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാം. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന അഭിപ്രായത്തിൽ നിലപാട് ആവർത്തിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് തോമസ് തറയിൽ. വോട്ട് ബാങ്കുകൾ ഭിന്നിച്ചു നിൽക്കുന്നത് നല്ലതല്ല എന്നതാണ് സഭയുടെ പക്ഷം. കേരള കോൺഗ്രസുകൾ പരസ്പരം മത്സരിക്കുന്നത് ഇരു പാർട്ടികൾക്കും ഗുണമല്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളും താൽപര്യങ്ങളും ഉണ്ടെന്നും തോമസ് തറയിൽ വ്യക്തമാക്കി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
അടുത്തിടെ വന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശം കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പരാമർശം. പക്ഷെ ഒരു യാഥാർത്ഥ്യം, വോട്ട് ബാങ്കുകൾ ഭിന്നിച്ചു പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതും ഒരു പാർട്ടിക്ക് നല്ലതല്ലല്ലോ. അത് അവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സൗകര്യം എല്ലാവരും ഓരോ മുന്നണികളോട് നിൽക്കുന്നതാണ്. പക്ഷേ അതല്ല, ഒരു സമൂഹത്തിൻ്റെ നന്മ നോക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഐക്യം എപ്പോഴും നല്ലതല്ലേ, അതിനകത്ത് നമുക്കൊരു കുറവ് പറയാനായിട്ടില്ലല്ലോ. എനിക്കൊന്നും പിതാവ് ഇങ്ങനെ പറയുമ്പോൾ ഈ താഴെത്തട്ടിലുള്ള ആൽമായർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പല വേദികളിലൊക്കെ കേട്ടതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണോ ഇത്? നമുക്ക് ഈ ഭിന്നിച്ചു പോവുക എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എല്ലാവരും ഐക്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം പല രീതിയിൽ വരുന്നു. പക്ഷേ അതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കത് പറയാൻ സാധിക്കുകയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളും അവരുടേതായ താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പരിഗണിച്ച് മാത്രമേ അവർ തീരുമാനമെടുക്കത്തുള്ളൂ. പക്ഷേ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതിനുള്ള പരിശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും നല്ലതായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. ഈ രാഷ്ട്രീയത്തിലെ ക്രൈസ്തവ മുഖങ്ങൾ, കേരള രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കുറേ മുഖങ്ങൾ മധ്യ കേരളത്തിൽ, ഇപ്പം ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എം മാണി, ഇവരൊക്കെ നഷ്ടമായ ശേഷമുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിലൊരു എന്താണ് അതിനെ വിലയിരുത്തുന്നത്? നമുക്ക് അറിയാം, അവരുണ്ടായിരുന്ന കാലത്തും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നിയമനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ കർഷകരുടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അവർ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കുകയും സാധ്യമായ പരിഹാരങ്ങളൊക്കെ അവർ ചെയ്തു തരാനായിട്ട് തയ്യാറാവുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ ലഭിക്കുന്നില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ബംഗളൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനുമായി പിരിവ് നടത്തിയെന്നാണ് കരുതുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഉണ്ണികൃഷ്ണനെതിരെ രംഗത്തെത്തിയിരുന്നു. വിജയ് മല്യ നേരത്തെ ശബരിമലയിൽ സ്വർണം പൂശിയ പാളികൾ നവീകരിക്കാനായി ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോവുകയായിരുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അഭിമുഖം ഇന്നും നാളെയുമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും. ഇതിനിടെ ബോർഡ് യോഗവും ചേരും. അജണ്ട നിശ്ചയിക്കാതെയാണ് യോഗം ചേരുന്നത്. സ്വർണ്ണപ്പാളി പീഠം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം ഹൈക്കോടതിയോട് ആവശ്യപ്പെടും. മേൽശാന്തിമാരുടെ അഭിമുഖത്തിനായി ശബരിമല തന്ത്രിയും ബോർഡ് ആസ്ഥാനത്തെത്തും. അദ്ദേഹവുമായി ഇക്കാര്യങ്ങൾ ചർച്ചയാകും എന്നതാണ് സൂചന. ശബരിമല മേൽശാന്തി അഭിമുഖത്തിന് 53 പേരും മാളികപ്പുറം മേൽശാന്തി അഭിമുഖത്തിന് 36 പേരുമാണ് യോഗ്യത നേടിയത്. മേൽനോട്ടത്തിനായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കണ്ണൂർ കരിയാട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെ നടന്ന പ്രതിഷേധം ശരിയായ സമരരീതിയല്ലെന്ന് KP മോഹനൻ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചർച്ച ചെയ്താണ്. ഇത്തരം സമരരീതിയോട് യോജിക്കാൻ സാധിക്കില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് തന്നെ തടഞ്ഞത്. പ്രശ്ന പരിഹാരത്തിനായി ഈ മാസം 5-ന് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുമെന്നും കൂത്തുപറമ്പ് MLA KP മോഹനൻ വ്യക്തമാക്കി. അതേസമയം KP മോഹനെതിരെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. MLAക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമുക്കിതൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഒരു ദിവസം അവരെയും ഇതിന്റെ 4-5 പേരെ ഇതിൽപ്പെട്ടവരെയും അതോടൊപ്പം തണലിൻ്റെവരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും വിളിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 5-ാം തീയതി രാവിലെ 9 മണിക്ക് അത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിന്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ്. അവരെ സമരവും കാര്യവുമായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഞാൻ അതിന്റെ തണലിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഇതിരീഷനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹവും ഇടപെടുന്നുണ്ട്. പറഞ്ഞത് ഇപ്പോഴാണ്, വളരെ മുമ്പൊന്നും എൻ്റെ അടുത്ത് വിവരം വന്നിട്ടില്ല. തമിഴ്നാടിനെ ഞെട്ടിച്ച കരൂർ ദുരന്തത്തിൽ വിമർശനവും പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ വിവാദങ്ങളും ഒക്കെ
കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVK ഹർജി മദ്രാസ് ഹൈക്കോടതി മധുരൈ ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ DMK ഗൂഢാലോചനയുണ്ടെന്ന ഗുരുതര ആരോപണവുമാണ് TVK പ്രധാനമായും ഉന്നയിക്കുന്നത്. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും TVK നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. MA ബേബിയുടെ നേതൃത്വത്തിൽ CPM സംഘം ഇന്ന് കരൂർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഇന്ന് ഇരു പാർട്ടികൾക്കും പ്രധാനപ്പെട്ട നിർണായകമായൊരു ദിവസം എന്ന് തന്നെ പറയാം. കാരണം വിജയ്ക്കെതിരെ എന്നുള്ള ഒരു ഹർജിയുണ്ട്. അതുപോലെ തന്നെ TVK ഒരു ഹർജി നൽകിയിട്ടുണ്ട്, CBI അന്വേഷണം വേണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പാർട്ടികൾക്കും നിർണായകമായൊരു ദിവസം തന്നെയല്ലേ ഇന്ന്? അനുശ്രീ, വളരെ പ്രധാനപ്പെട്ട DMKയ്ക്കും TVKയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് 41 പേർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 3 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഗൂഢാലോചന, കരൂർ ദുരന്തത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഗൂഢാലോചന ഉണ്ട്, അതെന്താണെന്ന് അന്വേഷിക്കണമെന്നുള്ള TVKയുടെ ഹർജിയാണ് ഇന്ന് കോടതിക്ക് മുമ്പാകെ എത്തുക. അതിൽ TVK അതിലേറ്റവും കൂടുതലായിട്ട് ആരോപിക്കുന്നത് ഭരണപക്ഷി MLA ആയിട്ടുള്ള സെന്തിൽ ബാലാജിക്ക് ഈ ഒരു അപകടത്തിൽ, ഈ ഒരു ദുരന്തത്തിൽ പങ്കുണ്ട്. അതുപോലെ സർക്കാർ കൃത്യമായ രീതിയിലുള്ള അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല, അതിൽ വലിയ രീതിയിലുള്ള പാളിച്ചകളുണ്ട്, അതെന്താണെന്ന് പരിശോധിക്കണം. അതുപോലെ ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ 30ഓളം ആംബുലൻസുകൾ ആ പ്രദേശത്തെത്തി, അതെങ്ങനെയാണ്, അതിനെ നേരത്തെ ഒരുക്കി നിർത്തിയിരുന്നതാണോ, ഇത്തരത്തിലൊരു ദുരന്തം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ദുരന്തം ഉണ്ടാകും, അത് പ്ലാൻ ചെയ്തതാണ് എന്നുള്ള തരത്തിലൊരു ആരോപണമുണ്ട്. അതുപോലെ ഈ അപകടമുണ്ടായ മിനിറ്റുകൾക്കകം തന്നെ സെന്തിൽ ബാലാജി ആശുപത്രികളെല്ലാം റെഡിയായിരുന്നു. അതുപോലെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മുഖ്യമന്ത്രി എത്തി, ഉപമുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോയിരുന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിലെത്തി തുടങ്ങിയിട്ടുള്ള എങ്ങനെ എത്തി, ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് ഇവർ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് TVK ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വേലുച്ചാമിപുരം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം TVKയ്ക്ക് അനുവദിച്ചതിൽ അവർക്ക് TVK ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കോളനിപ്പട്ടി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം ഉണ്ടായിരുന്നിട്ടും വേലുച്ചാമിപുരം എന്ന് പറയുന്ന ചെറിയ സ്ഥലം ഇത്രയും വലിയ ആളുകൾ കൂടുന്നിടത്ത് എന്തുകൊണ്ട് അനുവദിച്ചു? അതുപോലെ 500-ൽ താഴെ പോലീസുകാരെ മാത്രമേ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനും വേണ്ടി സർക്കാർ നിയോഗിച്ചുള്ളൂ തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങൾ TVK ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ DMKയുടെ കരങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ, ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് TVK നൽകിയിരിക്കുന്ന ഹർജി. മറ്റൊന്ന് പറയുന്നത് TVK നേതാക്കളായിട്ടുള്ള ജനറൽ സെക്രട്ടറി N ആനന്ദും അതുപോലെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാറും ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കരൂർ വിഷയത്തിൽ അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അത് ഇന്ന് കോടതിക്ക് മുൻപാകെ എത്തും. അതായത് ഇത്തരത്തിൽ സർക്കാർ പറയുന്നത് ഈ ഒരു അപകടമുണ്ടായതിന് പിന്നിൽ TVK പാർട്ടി നേതാക്കളുടെ ഈ പരിപാടിയുടെ സംഘാടനത്തിലുള്ള പിഴവാണ്. അപ്പോൾ സംഘടനാ നേതാക്കൾക്കെതിരെ, ഈ പരിപാടി സംഘടിപ്പിച്ച നേതാക്കളാണ് ഇതിൽ കുറ്റക്കാരായിട്ട് വരിക, അവർക്കെതിരെയാണ് നടപടി വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ N ആനന്ദിനും CTR നിർമ്മൽകുമാറിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അവർക്കെതിരെ അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ഹർജി എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ സർക്കാർ പോലും വിജയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാതിരിക്കുന്ന സമയത്താണ് PH ദിനേശ് എന്ന് പറയുന്ന ഒരു ചെന്നൈ സ്വദേശി കോടതിയെ സമീപിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ കരൂർ ദുരന്തത്തിൽ TVKയുടെ മറ്റെല്ലാ നേതാക്കളെയും പോലെ പങ്കാളി തന്നെയാണ് അധ്യക്ഷനായിട്ടുള്ള വിജയും. അപ്പോൾ എന്തുകൊണ്ട് വിജയ്ക്കെതിരെ നടപടിയെടുക്കുന്നില്ല, വിജയ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ PH ദിനേശ് എന്ന് പറയുന്ന ചെന്നൈ സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹർജിയിലും ഇന്ന് കോടതി പരിഗണിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആ സംഭവ സ്ഥലത്ത് വിജയ് ഉണ്ടായിരുന്നു, വിജയെ കാണാനാണ് അവിടെ ഇത്രയും ആൾക്കാരെത്തിയത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വിജയ് ഏറ്റെടുക്കണം. പക്ഷേ DMK സർക്കാർ അടക്കം, വിജയ് വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന DMK സർക്കാർ പോലും വിജയ്ക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് PH ദിനേശ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹർജി കൂടി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്തായാലും
TVK'ക്കും DMK'ക്കും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇപ്പോൾ ഏത് രീതിയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട TVKയുടെ ഹർജിയിൽ DMK'ക്ക് അനുകൂലമായിട്ടോ TVK'ക്ക് അനുകൂലമായിട്ടോ ഒരു വിധി വന്നാൽ രണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം തന്നെയായിരിക്കും കോടതിയിൽ നിന്ന് വരുന്നതെങ്കിൽ, അതായത് TVK'ക്ക് അനുകൂലമായാൽ DMK'ക്കെതിരായിരിക്കും, DMK'ക്കെതിരായാൽ അത് TVK'ക്ക് അനുകൂലമായിരിക്കും. അത്തരത്തിൽ നിരീക്ഷണം ഏത് തരത്തിൽ വന്നാലും അത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ദിവസം തമിഴ്നാടിനെ സംബന്ധിച്ച്, തമിഴ്നാടിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അനുശ്രീ. ശരി അഭിലാഷ്, അതേസമയം ഇന്ന് CPM സംഘം കരൂർ സന്ദർശിക്കുകയാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട അധികാരികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി അടങ്ങുന്ന സംഘം കരൂർ സന്ദർശിക്കും. പ്രധാനപ്പെട്ട ഈ അപകടമുണ്ടായ വേലുച്ചാമിപുരം സന്ദർശിക്കും. അതുപോലെ ബാധിക്കപ്പെട്ട മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളെ സന്ദർശിക്കും. പ്രദേശത്ത് എന്താണ് അന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ വിലയിരുത്തി അതിലൊരു കൃത്യമായ നിലപാട് കൂടി CPM ഇന്നെടുക്കും. കാരണം എന്തായാലും DMK മുന്നണിയിലാണ് CPM. അതുകൊണ്ട് തന്നെ DMK'ക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കും പറയുന്നത്. പക്ഷേ ആ പ്രദേശം മുഴുവൻ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി CPMന്റെ ഭാഗത്തുനിന്ന് അവരുടെ നിലപാട് കൂടി ഇന്ന് തന്നെ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുശ്രീ. ശരി, കരൂർ ദുരന്തത്തിൽ 2 ഹർജികളും ഇന്ന് കോടതി പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ CPM സംഘം ഇന്ന് കരൂർ സന്ദർശിക്കുകയും ചെയ്യും. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ബീഹാർ സന്ദർശിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതികൾ കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. നവംബർ 22-നാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുക. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, പാക് അധീന കശ്മീരിൽ കലാപം ശക്തമാകുന്നു. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാരും മരിച്ചു. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. വിവരങ്ങളുമായി രാകേഷിലേക്ക് വരാം. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, കലാപ കലുഷിതമാണ് പാക് അധീന കശ്മീർ. കാരണം സമീപകാലത്ത് പാക് അധീന കശ്മീർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ 12 പേർ പ്രദേശവാസികളാണ്, പ്രതിഷേധക്കാരാണ്. 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. കാരണം 29-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഏതാണ്ട് 38 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം, അത് ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്നു. കൂടാതെ പാക് അധീന കശ്മീരിലെ 12 നിയമസഭാ സീറ്റുകളിൽ കശ്മീരി റെഫ്യൂജികൾക്ക്, അഭയാർത്ഥികൾക്കുള്ള സംവരണം എടുത്തു കളയുക എന്ന ആവശ്യമാണ് ഇതിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക തുടങ്ങി അങ്ങനെ വിവിധ ആവശ്യങ്ങൾ, അങ്ങനെ 38 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും അവർ തെരുവിലിറങ്ങിയത്. പക്ഷേ സൈന്യത്തെ ഉപയോഗിച്ച് ഇവരെല്ലാം തന്നെ നേരിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ സമരം അക്രമാസക്തമായി, ഏറ്റുമുട്ടലുണ്ടായി, വെടിവെപ്പുണ്ടായി. അങ്ങനെയാണ് 12 പേർ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്. പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരുമായി, ഈ ആക്ഷൻ കൗൺസിലുമായി. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. അത്തരമൊരു നീക്കവും ശ്രമവും തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം സമരക്കാർ ശാന്തരായിരിക്കണമെന്ന അഭ്യർത്ഥന ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നിലവിൽ ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന സമിതിയെ വിപുലപ്പെടുത്താനുള്ള നീക്കവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതായാലും നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാഹചര്യം ഒട്ടും അനുകൂലമല്ല പാക് അധീന കശ്മീരിൽ. കാരണം സംഘർഷം ഒരു തരത്തിലും ശമിപ്പിക്കാൻ ഇതുവരെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ പലയിടങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശേഷം മടങ്ങിയെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ
യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? ഇനി തിരുവോണം ബമ്പർ എടുത്ത ആളുകൾക്ക് ടെൻഷന്റെയും എക്സൈറ്റ്മെന്റിന്റെയും ഒക്കെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. ലോട്ടറി നറുക്കെടുപ്പാണ് നാളെ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റ് പോകാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു നറുക്കെടുപ്പ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്കാണ് ഇത്തവണയും ആവശ്യക്കാർ ഏറെയെന്ന് കച്ചവടക്കാർ പറയുന്നു. തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലാണ് ഭാഗ്യാന്വേഷികൾ. ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 27-ാം തീയതി നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇത്തവണ അച്ചടിച്ചത്. പക്ഷേ അതിൽ മുഴുവൻ ടിക്കറ്റുകളും ഡീലർമാർക്ക്, ഏജന്റുമാർക്ക് വിറ്റിരുന്നെങ്കിലും അവിടെ നിന്ന് അത് ചെറുകിട കച്ചവടക്കാർക്ക് അധികം എത്തുന്നതിൽ താമസം നേരിടുകയും കടുത്ത പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാത്ത സ്ഥിതിയുണ്ടായത്. അങ്ങനെയാണ് ഈ നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാടാണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് തൃശൂരാണ്. അവിടെ ഏതാണ്ട് 9,37,000 ചില്ലുമാനം ടിക്കറ്റുകൾ തൃശൂരിലും, തിരുവനന്തപുരത്ത് 8,75,000 ടിക്കറ്റുകൾ വിറ്റുപോയി തിരുവനന്തപുരം തൊട്ടു പിന്നിലായുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71,40,000 തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടത്തിയത്. അതിൽ തന്നെ 1-ാം സമ്മാനമായി 25 കോടി രൂപ ഭാഗ്യവാന് ലഭിക്കുമ്പോൾ 1 കോടി രൂപ വീതം 2-ാം സമ്മാനമായി 20 പേർക്ക് ലഭിക്കും. 3-ാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകം. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ലോട്ടറി സ്ഥാപനത്തിലാണ്. എങ്ങനെയുണ്ട്? ഒരു ദിവസം മാത്രമാണ് ബാക്കി.
നറുക്കെടുപ്പിന് എങ്ങനെയുണ്ട്? നറുക്കെടുപ്പ് ഈ 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചെങ്കിലും അതനുസരിച്ച് കച്ചവടം നല്ലൊരു നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടിനാണ് എല്ലാവർക്കും പ്രിയം. 1 സമ്മാനം, 2 സമ്മാനം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. വിറ്റ് തീർന്നതിന്റെ റെക്കോർഡ് മിക്കതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ള ഏതൊക്കെയാണ്? ചിലത് കൊല്ലവും മലപ്പുറവുമാണ് ഉള്ളത്. അത് കുറെ തീർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മിച്ചമുള്ളത് കൊല്ലവും മലപ്പുറം. അപ്പൊ ഇത്തവണ അറിയാതെ കൊല്ലത്തോ മലപ്പുറത്തോ അങ്ങാനോ പ്രൈസെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ 4-ാം തീയതിയിലേക്ക് ഈ നറുക്കെടുപ്പ് മാറ്റിയത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ? പിന്നെ തീർച്ചയായും. കാരണം ഈ മഴയൊക്കെ വന്നത് കൊണ്ട് കാരണം കച്ചവടം അല്പം മോശമായിരുന്നു ബമ്പറിന്റെ. ഇനി ഇത്രയും ടിക്കറ്റുകളൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം അതെ. അപ്പൊ ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും? എന്തെങ്കിലും പ്രവചനമുണ്ടോ? പ്രതീക്ഷ തിരുവനന്തപുരമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പല ജില്ലകളിലെ ടിക്കറ്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾക്കാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാകും ആ ഭാഗ്യവാൻ എന്നറിയാൻ. ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നു. 25 കോടി സ്വന്തമാക്കുന്ന ആ മലയാളി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലെ ആ ഭാഗ്യശാലി ആര് എന്നറിയാൻ. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചക്കയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരി നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇന്ന് വിധി പറയും. വഞ്ചൂർ കോടതിയാകും കേസിൽ വിധി പറയുക. നിരവധി കേസുകളിൽ പ്രതിയായ ഇടവ സ്വദേശി ഹസൻകുട്ടിയാണ് പ്രതി. 2024 ഫെബ്രുവരി 18-നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കുട്ടിക്കാട്ട് ഉപേക്ഷിച്ചത്. ബ്രഹ്മോസിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്നവരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ആരോപണം. ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനാണ് അണക്കര വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരായ ജിസ്മോൻ എത്തിയത്. എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചതൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ്. ആദ്യമേ ഒന്ന് അടിച്ചു, അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാർ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈല് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യപ്രതികളായ പാൽപാണ്ടി, പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്തെ പ്രധാന അപകട മേഖലയായ കിഴക്കേക്കോട്ടയിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നതോടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്കും കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. KSRTC കരമടച്ച സ്ഥലമാണെന്ന് കാണിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭാഗം ബാരിക്കേഡ് വെച്ച് തിരിക്കുകയും പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മേഖലയിലെ ട്രാഫിക് കൂടുതൽ സുഗമമായത്. അതേസമയം പുതിയ മാറ്റം വന്നതോടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറഞ്ഞെന്നാണ് പ്രധാന ആക്ഷേപം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കിഴക്കേക്കോട്ടയിലെ സീബ്ര ലൈൻ കൂടി റോഡ് മുറിച്ചു കടക്കുക എന്നതുപോലും വളരെ അപകടം നിറഞ്ഞ ഒന്നായിരുന്നു. ഇവിടുത്തെ കുത്തഴിഞ്ഞ ഗതാഗത സമ്പ്രദായം നിരവധി അപകട മരണങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമായിരിക്കുകയാണ് നിലവിലെ ട്രാഫിക് പരിഷ്കാരം. ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് സുഗമമാണ്. കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡിലേക്ക് KSRTC ബസ്സുകൾക്ക് മാത്രം കയറാൻ കഴിയുന്ന തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. നഗരത്തിലെ തന്നെ പ്രധാന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ മേഖലയിലെ തിരക്ക് കുറയ്ക്കുകയും അപകടങ്ങൾ ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിഷ്കാരം നടപ്പാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ, കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, RTO എന്നിവർ യോഗം ചേർന്നാണ് പരിഷ്കാര പദ്ധതി തയ്യാറാക്കിയത്. യാത്രക്കാർ പുതിയ മാറ്റം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നവരെ കുറച്ചെങ്കിലും ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നല്ലതായിട്ടാണ്. സീബ്ര ലൈൻ ഉള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്, അപകടങ്ങൾ കുറവാണ്. നല്ലതായിട്ടാണോ തോന്നുന്നത്? കുറച്ച് നല്ലതാണ്. ഈ ബസ് കുറുക്കെടുത്താലും ചാടൂലല്ലോ, അങ്ങനെ ഒരു നല്ലൊരു പോയിന്റാണ് ചെയ്തത്.
എന്തുകൊണ്ട് നല്ലതാ. പെട്ടെന്ന് നമ്മളെ പോലെ വയസ്സായവരെ ഇങ്ങനെ കടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാനും നല്ലതാ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് അയ്യോ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇല്ലായിരുന്നു, അതിനിടയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായതല്ലേ, അത് നല്ല സന്തോഷമായി. ഒരു പരിധിവരെ നല്ലതാണ്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതായിട്ട് നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കണ്ട ഒത്തിരി കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോകും. ട്രാൻസ്പോർട്ടുകാർക്ക് പോകാൻ, ആട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല. ഇവര് തോന്നിയാണ് കൊണ്ട് പലയിടത്തും കൊണ്ട് തള്ളിയിട്ട് പോകും. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങള് വന്നിട്ട് പിന്നെ മുമ്പ് ആണെങ്കിൽ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇവിടെ അത്രയും വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എവിടെ അങ്ങ് പോകണ്ടേ, വലിയ ബുദ്ധിമുട്ടാണ്. വെയിൽ കൊണ്ട് നിൽക്കണം, അത് വണ്ടി വരുന്നവരെ കാത്തിരിക്കണം. ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഗതാഗത കുരുക്കിന് പരിഹാരമായെങ്കിലും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഈ മാറ്റം കനത്ത തിരിച്ചടിയാണെന്നാണ് ബസ് തൊഴിലാളികളുടെ നിലപാട്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാണ് സ്വകാര്യ ബസ്സുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനു പുറമെ പ്രൈവറ്റ് ബസ്സുകൾക്കും കിഴക്കേക്കോട്ടയിലെ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് പ്രധാന ആവശ്യം. അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടി ഇപ്പൊ സത്യം പറഞ്ഞപ്പം വലിയ വരുമാനമില്ല ഇങ്ങനെ ആയപ്പോ തൊട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് നിൽക്കുന്ന യാത്രക്കാരുണ്ട്. അവരാരും ഇപ്പൊ ബസ്സിൽ കയറുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട്. കാരണം നടന്നില്ല, ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് ഒന്നിനും അവർക്ക് ഇത്രയും ചുറ്റി വരണം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറേണ്ടത് ഈ പ്രായമുള്ള യാത്രക്കാർ, സ്ഥിരം വന്ന കുറെ യാത്രക്കാർ ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു സമയമാകുമ്പോഴത്തേക്കും 5 ബസ് ഒരുമിച്ച് പോകും, പിന്നെ ഒരു 15 മിനിറ്റേക്ക് ബസ് കാണൂല. അപ്പൊ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരും. വെളിയെ പിടിക്കാൻ നോക്കില്ല, നമുക്ക് അകത്തെ വെളിയെ പിടിച്ച് ആളൊന്നുമില്ല, അകത്ത് കയറാൻ നോക്കില്ല. അവിടെ ആൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സൗകര്യം അനുസരിച്ച് പ്രൈവറ്റ് ബസ്സിലോ അതിലോ ഏതിനോ വേണോ കയറി പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ തടയുന്ന ഒരു പരിപാടിയാണ്. അപ്പം കണ്ടില്ലേ, 4, 3, 7 പേരെയും കൊണ്ട് ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ വരെ പോകണം. ഇത് ഏത് മുതലാളിയാണ് കുത്തുവള എടുക്കാത്തത്? പ്രൈവറ്റ് ബസ്സുകാരെ വയറ്റത്തടിച്ചും പൊതുജനങ്ങളെ വെയിലത്ത് നിർത്തിയുമുള്ള ഈ പരിഷ്കാരത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഈ ഒരു പരിഷ്കാരം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണെങ്കിലും ഒരു വിഭാഗത്തെ എങ്കിലും അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് KSRTC പഠിച്ച് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമദ് ഫ്ലോട്ടിലെ തടഞ്ഞതിൽ ലോകവ്യാപക പ്രതിഷേധം. ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ CGIയിൽ ഇന്ന് രാജ്യവ്യാപകമായി പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലോട്ടില്ലയിലെ സന്നദ്ധ പ്രവർത്തകർ സെൽഫി എടുക്കാനായി എത്തിയവരാണെന്നും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് നടന്നതെന്നുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. അതേസമയം സമാധാന കരാറിൽ തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ഹമാസ് വക്താവ് അറിയിപ്പും വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നു, അതോടൊപ്പം തന്നെ ഹമാസിന്റെ തീരുമാനം വരാനിരിക്കുന്നു. ഇതെന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇപ്പോൾ ഫ്ലോട്ടിൽ 44ഓളം ഫ്ലോട്ടില്ലകളാണ് സ്പെയിനിൽ നിന്ന് ഓഗസ്റ്റ് 31 തിരിച്ചത്. അതിൽ ഇപ്പോൾ ഇന്ന് ഒക്ടോബർ 3 ആകുമ്പോഴേക്കും 43 എണ്ണവും ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദുഃഖകരമായ ഒരു വിഷയം. ഗാസയിലേക്ക് പോയ സഹായങ്ങളും മരുന്നുകളും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളുമായി പോയ 44 വള്ളങ്ങളിൽ 43 എണ്ണവും ഇസ്രായേലിൻ്റെ പിടിയിലായിരിക്കുന്നു. അതിൽ ഗ്രറ്റ ട്യൂൻബർഗ് അടക്കം നിരവധി 207ഓളം ആളുകൾ ഇപ്പോൾ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലാണ്. അവരെ വിട്ടുകിട്ടാനുള്ള നടപടി ആവശ്യപ്പെട്ട് ഈ ഫ്ലോട്ടില്ലകളിലുള്ള ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് രാജ്യങ്ങളോട്. 43ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ കപ്പലുകളിലുണ്ട്. ഇതിൽ ബാക്കിയുള്ള ഒരു കപ്പൽ ഇപ്പോഴും ഗാസയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാരിനെറ്റ് എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ ഗാസയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ 6 പേരുണ്ട്. ആ കപ്പൽ ഇതുവരെയും ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതിൽ 6 പേരാണ് ആ മാരിനെറ്റ് എന്ന് പറയുന്ന കപ്പലിലുള്ളത്. അവർ ഗാസയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഏത് നിമിഷം വേണോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കപ്പലിൽ പോളിഷ് ഫ്ലാഗ്, പോളണ്ടിൻ്റെ പതാകയാണ് ആ കപ്പലിൽ ഉയർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഈ കപ്പലിനെ മാത്രം ഇസ്രായേലിൻ്റെ നേവി പിടികൂടാത്തത് ഇതുവരെ. എന്നാൽ ഒരുപക്ഷെ ഇനിയും 100ഓളം കിലോമീറ്റർ ഗാസൻ തീരത്തേക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് ഇസ്രായേലിൻ്റെ നേവി ഇവരെയും ബന്ദിയാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിപ്പോൾ ഫ്ലോട്ടില്ലയുടെ കാര്യം ഇങ്ങനെയാണ്. പക്ഷേ സമാധാന കരാറുമായി ബന്ധപ്പെട്ട്, ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്
വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 21 കാര്യങ്ങൾ പറയുന്ന സമാധാന കരാർ ലോകരാജ്യങ്ങൾ പലസ്തീനെ അനുകൂലിക്കുന്നവരും പലസ്തീനെ പ്രതികൂലിക്കുന്നവരും അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെ ഒരു നിലപാടിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഹമാസിന്റെ നിലപാട്, ഹമാസ് സമാധാന കരാർ അംഗീകരിച്ചാൽ വരുന്ന 72 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഗാസയിൽ ഉണ്ടാകും. മാത്രമല്ല, ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെയും ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെയും ഒരേ സമയം തന്നെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഗാസയിൽ വെടിനിർത്തുകയും ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യുമെന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ കരാറിലുള്ളത്. അതെല്ലാം നടപ്പിലാവുകയും ചെയ്യും. ഇതിനൊരു അവസാന വാക്കു പറയേണ്ടത് ഹമാസാണ്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് നസീൽ എന്ന് പറയുന്ന ഹമാസിന്റെ വക്താവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഈജിപ്റ്റാണ് ഈ കാര്യത്തിൽ ഹമാസുമായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഈജിപ്റ്റ് അടക്കം ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ അനുകൂലിക്കുന്ന ഈജിപ്റ്റ് അടക്കം പറയുന്നത് ഹമാസ് നിരായുധീകരിക്കണം, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ലോകരാജ്യങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നതിനും. എന്തായാലും വരും മണിക്കൂറുകൾ ഹമാസിന്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ഗാസയുടെ ഭാവി. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ അടച്ചുപൂട്ടലിൽ ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആരോഗ്യ സുരക്ഷാ ഫണ്ടുകളുടെ ആനുകൂല്യം അനധികൃത കുടിയേറ്റക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. രാജ്യത്തിന്റെ അതിർത്തി ക്രിമിനലുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന നയമാണ് ഡെമോക്രാറ്റുകളുടേതെന്നും ട്രംപ് വിമർശിച്ചു. അടച്ചുപൂട്ടൽ 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, എന്തായാലും ട്രംപ് തൊട്ടതെല്ലാം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. അടച്ചുപൂട്ടലുകളും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിലെ അടച്ചുപൂട്ടൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 2 ദിവസം കൂടി പിന്നിടുമ്പോൾ എന്തായിരിക്കും സാഹചര്യം? ഇതിങ്ങനെ നീളുകയാണെങ്കിൽ എങ്ങനെ അമേരിക്കയും ലോകത്തെയും ബാധിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഗുഡ് മോർണിംഗ്. അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ 1-2 വേർഡുകളുണ്ട്. അതിലൊന്നാണ് കട്ട് 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 കട്ട്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വേർഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഡെമോക്രാറ്റ്സ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം, റിപ്പബ്ലിക്കൻസ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആക്ച്വലി ഫൊക്കാനയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൊക്കാനയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, പ്രസിഡൻഷ്യൽ വോളണ്ടിയർ സർട്ടിഫിക്കറ്റിന്റെ ഒരു അവാർഡ് വിതരണ പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിനൊരു ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതാണ്: ടെമ്പററി ആ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലോസ്ഡ് അൺടിൽ ഫർദർ ഇൻഫർമേഷൻ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനൊരു കൗതുകമായിട്ട് ഞാൻ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. അപ്പം കാലത്തെ വിളിച്ചതാണ്. അപ്പൊ അന്ന് കിട്ടിയ അതേ റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടാനുള്ളത്. ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ വിളിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. Federal funding, we are unable to take your call. Once funding has been restored, our operations will resume. Please call back at that time. ഈ മെസ്സേജ് ആണ് മിക്കവാറും ഉള്ള നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം 2 ദിവസമായിട്ട് ഇവിടെ ഷട്ട് ഡൗൺ ആണ്. ചില ഡിപ്പാർട്ട്മെന്റുകൾ അത് ഷട്ട് ഡൗൺ ആണെങ്കിലും വോളണ്ടറി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സർവീസ് ഒഴിച്ചുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് FDA സർവീസ്, എയർ ട്രാവൽസ്, TSA പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണ്. ഇമിഗ്രേഷൻ സർവീസിനെ ബാധിക്കുന്നുണ്ട്. SBA സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുന്നുണ്ട്. പാർക്കുകൾ, പോസ്റ്റൽ സർവീസുകൾ ഒരു പരിധി വരെ, വെറ്ററൻ സർവീസുകൾ, അങ്ങനെയുള്ള പല സർവീസുകളിൽ ഇത് ബാധിക്കുന്നുണ്ട്. മിക്കവാറും ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ കഴിച്ച ആ ഓഡിയോ ക്ലിപ്പ് പോലെയുള്ള മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. അതാണ് ഇവിടെ. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് ധരിക്കരുത്. അവശ്യ സാധനങ്ങളും എമർജൻസി കാര്യങ്ങളും എല്ലാം അത് അതുപോലെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് നാളെ 2ാമത് ഒരു ബില്ലും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതിന് സ്റ്റോപ്പ് ഗ്യാപ്പ് ബില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ 2 പാർട്ടികൾക്കും ലോങ് ടൈം ഉള്ള പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് വരാൻ പറ്റിയില്ല എങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു 5 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 6 ആഴ്ചത്തേക്ക് ഒരു 7 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഗ്യാപ്പ് ഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ബില്ല് അവതരണമാണ് നാളെ വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നത്. മോസ്റ്റ് ലൈക്ലി അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ്. കാരണം 2 പാർട്ടിയും ഇപ്പോഴും നോക്കുന്നത് ആരാണ് ആദ്യം കണ്ണടയ്ക്കുന്നത് അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. റൈറ്റ് ആൻഡ് സെന്ററിൽ ഇപ്പോൾ ഉള്ളൊരു ടോപ്പിക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ, അതായത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ അത് നിർത്തലാക്കണം. അതാണ് ഡെമോക്രാറ്റ്സ് ചോദിക്കുന്നത്. അത് അനുവദനീയമല്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത്. എന്നാൽ ഇൻഡിപെൻഡന്റ് ഏജൻസികളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് കള്ളമാണ്.
കാരണം ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ മെഡിക്കേഡ് പ്രൊവിഷനിനകത്ത് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആ ഒരു പേര് പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാൽ വസ്തുത എന്ന് പറയുന്നത് കാരണം ഈ മെഡിക്കേഡ് അല്ലെങ്കിൽ ഒബാമ കെയറിന്റെ എക്സ്റ്റൻഷൻ ഈ ഒക്ടോബറിൽ 1 തീരുകയാണ്. അപ്പൊ അതിനുള്ള ഫണ്ടിങ് നിർത്തലാക്കുന്നത് വഴി ഒബാമ കെയർ എന്താ പറഞ്ഞത് തന്നെ ശോഷിച്ച് ഇല്ലാതാവും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഏതായാലും ഈ ഒരു തർക്കത്തിന് അവസാനമായിട്ട് ഇപ്പം കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ആഴ്ചയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 1980 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാലഘട്ടങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2013 പ്രസിഡന്റ് ഒബാമ ആയിരുന്നപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി വളരെയധികം ശാഠ്യം പിടിച്ച് സൈൻ ചെയ്യാതെ 15 ദിവസം നീട്ടിക്കൊണ്ട് പോയി. എന്നാൽ അതിനെയും റെക്കോർഡിനെയും ഭേദിച്ചുകൊണ്ടാണ് 2018-19 അന്നത്തെ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. ആ സമയത്ത് 36 ദിവസം അത് എക്സ്റ്റെൻഡ് ചെയ്തു പോയി. അന്ന് TSAയുടെ ഒരു ചില പ്രതിസന്ധികൾ ഉണ്ടായ ഒരു സമയത്താണ് അതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കി അത് മുന്നോട്ട് പോയത് എന്നാണ് എനിക്ക് അറിയാൻ നമുക്ക് ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഇതൊരു ഒരു നല്ല ഒരു ഇതിലേക്കല്ല പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പല ഡിപ്പാർട്ട്മെന്റുകളും അത് മിക്കവാറും ഒന്നെങ്കിൽ ഇത്, പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹം തന്നെ ഇന്ന് പറയുകയുണ്ടായി. പലപ്പോഴും ഇന്നത്തെ പ്രസ് മീറ്റിലും അതുപോലെ തന്നെ എക്സിലും ഒക്കെ അദ്ദേഹം കുറിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഫെഡറൽ ഗവൺമെന്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ളത്. കാരണം ഓർക്കണം, 6 മാസം മുമ്പ് ജനുവരിയിൽ ആദ്യം ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഡോജ് എന്നുള്ളൊരു പ്രത്യേക ഒരു വിഭാഗം ഉണ്ടാക്കി ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കാനുള്ള എല്ലാ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിനെ അമേരിക്കയിൽ 68% ആൾക്കാർ ഇൻക്ലൂഡിംഗ് റിപ്പബ്ലിക്കൻസ് അല്ലെ ഇൻഡിപെൻഡൻസും മജോറിറ്റി ഇൻഡിപെൻഡൻസും ഡെമോക്രാറ്റ്സും ഒക്കെ ഒന്നടങ്കം വിമർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ആ പ്രൊജക്ട് തന്നെ ഇട്ടിട്ട് പോയത്. എന്നാൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഫെഡറൽ ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിലേക്ക് ഡെമോക്രാറ്റ്സുകൾ ഈ ഒരു സൈൻ ചെയ്യാത്തത്തോളം കാരണം ആ ഒരു ലൈനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് എനർജി ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ചും ബ്ലൂ സ്റ്റേറ്റ്, ഇവിടെ റെഡ് സ്റ്റേറ്റ് ബ്ലൂ സ്റ്റേറ്റ് അറിയപ്പെടുന്ന സംഭവങ്ങൾ സ്റ്റേറ്റുകളുണ്ട്. മീൻസ് റിപ്പബ്ലിക്കൻ ലീനിങ് സ്റ്റേറ്റിനെ റെഡ് എന്നും ഡെമോക്രാറ്റ് ലീനിങ് സ്റ്റേറ്റിനെ ബ്ലൂ എന്ന് പറയാറുണ്ട്. അപ്പം ബ്ലൂ സ്റ്റേറ്റിലേക്കുള്ള പല പ്രൊജക്ടുകളും ട്രംപ് ക്യാൻസൽ ആക്കാനുള്ള ഉത്തരവ് ഇടാനായിട്ട് പ്രിപ്പയർ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ന് എനർജി സെക്രട്ടറിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റിപ്പോർട്ടർ സ്പെസിഫിക്കലി ഇത് ചോദിച്ചു, ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഓൺലി ബ്ലൂ സ്റ്റേറ്റ് അല്ലെ ഡെമോക്രാറ്റിക് ലീനിങ് സ്റ്റേറ്റിലേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി ഇന്ന് റെഡ് സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശ്രീ സജിമോൻ ആന്റണി, അതുപോലെ തന്നെ നമ്മൾ ഈ അമേരിക്കയിൽ ഇന്ത്യക്കാരിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ സാഹചര്യം ഏത് രീതിയിലൊക്കെ ആയിരിക്കും ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ? പ്രത്യേകിച്ച് IT ആരോഗ്യ മേഖലകളിലൊക്കെ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരിടമാണത്. പ്രത്യേകിച്ച് അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനിയെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ അമേരിക്കയിലുള്ള ഈ ഇന്ത്യക്കാരുടെ ഭാവിയെ വിലയിരുത്തുന്നത്? ഇന്ത്യക്കാരെ സ്പെസിഫിക്കലി ഇത് ബാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഇന്ത്യക്കാർ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവരെ തീർച്ചയായിട്ടും ബാധിക്കും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവരെ ബാധിക്കും. അങ്ങനെയുള്ള വെറ്ററൻസ് ഉണ്ടെങ്കിൽ അവരെ ബാധിക്കും. അല്ലെങ്കിൽ പാർക്ക് അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടെങ്കിൽ എനർജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെക്കൻഡറി ഇമ്പാക്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മെഡിക്കൽ അല്ലെ ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത് ബാധിക്കത്തില്ല. കാരണം അതൊക്കെ എമർജൻസി സർവീസ് ആണ്. അപ്പൊ അതിനകത്തൊരു വിട്ടുവീഴ്ചയും കാര്യങ്ങളും ഈ ഒരു ഫണ്ടിങ് പ്രശ്നം കൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ സെക്കൻഡറി ഫണ്ടിങ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് വരാൻ പോകുന്ന പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ടിങ് റിസോഴ്സുകളാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പ്രൊജക്ട് IT മേഖലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു ഫണ്ടിങ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിങ് ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേക്കും ആ പ്രൊജക്ട് പോകും. ആ പ്രൊജക്ട് പോകുന്നത് വഴി ആ പ്രൊജക്റ്റിൽ ഉള്ള ആൾക്കാരെ ബാധിക്കും. അപ്പൊ അതൊരു ഇന്ത്യ സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരെയും ബാധിക്കും. ആരാണ് ആ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അവരെയൊക്കെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എനിക്ക് അറിയാൻ കഴിയുന്നത് ഇന്റേണൽ ഇൻഫർമേഷന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ ഒരു പഴിയും പറഞ്ഞിട്ട് ഏകദേശം ഒരു 200,000-300,000 ഫെഡറൽ എംപ്ലോയീസിനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് അവർ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ ഒരു ഫുൾ ബ്ലെയിം ഡെമോക്രാറ്റ്സിന് കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് ബ്രീഫറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെമോക്രാറ്റ്സ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പേ വിളിച്ച ലൈൻ എന്ന് പറയുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ കരോളിൻ ലീവിന്റെ നമ്പറാണ് അതായത് പ്രസ് സെക്രട്ടറിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോഴും ഡയറക്റ്റ്
ഡയറക്റ്റ് ബ്ലെയിം ഇതാണ്, ഡെമോക്രാറ്റ്സിന്റെ ഷട്ട് ഡൗൺ കാരണം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡയറക്റ്റ് മെസ്സേജ് ആണ്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിലും ഇതിന്റെ ബ്ലെയിം ഗെയിം ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റ്സ് ആണ് ഇതിന്റെ കാരണക്കാർ എന്ന് റിപ്പബ്ലിക്കൻസ് പറയുന്നു. റിപ്പബ്ലിക്കൻസ് ആണ് ഇതിന്റെ കാരണക്കാരൻ. റിപ്പബ്ലിക്കൻസ് പറയുന്നത് കള്ളമാണ്, ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ ഹെൽത്ത് കെയറിന്റെ ഇഷ്യൂ അല്ല യഥാർത്ഥ ഇഷ്യൂ എന്നുള്ള ഇത് കാര്യം ഡെമോക്രാറ്റ്സും പറയുന്നു. ആ ഒരു ഫൈറ്റിലേക്കാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിൽ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? നാളെ ഉച്ചയ്ക്ക് സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ്ങിലേക്ക്, അതായത് ഈ മുമ്പേ പറഞ്ഞു പോണക്ക് തന്നെ ലോങ് ടൈം പോളിസികൾക്കകത്തുള്ള ആ ഡിസഗ്രിമെന്റ് സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് തന്നെ ടെമ്പററി ഗ്യാപ്പ് ഫണ്ടിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ നാളെ അവർ നോക്കുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ട് പാർട്ടിയും വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നില്ല. കാരണം ഒരു ഹിസ്റ്ററിയുടെ ഉണ്ട്, 35 ദിവസം അല്ലെ 36 ദിവസം ഹിസ്റ്ററി കിടപ്പുണ്ട് 2018. വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അമേരിക്കയിൽ വളരെ റെയർ ആയിട്ടാണ് സെനറ്റും കോൺഗ്രസും വൈറ്റ് ഹൗസും സുപ്രീം കോടതിയിലും ഒക്കെ മജോറിറ്റി ഏതെങ്കിലും ഒരു പാർട്ടി കിട്ടുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. ഫോർച്യുനേറ്റ്ലി ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ പറയുന്ന സെനറ്റും സുപ്രീം കോർട്ടും കോൺഗ്രസും വൈറ്റ് ഹൗസും എല്ലാം മജോറിറ്റിയിലുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഇത് പാസ്സാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, 2013 ഈ ഒരു സിറ്റുവേഷൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ സമയത്ത് വന്നപ്പം ട്രംപ് ആ സമയത്ത് നിശിതമായി അതിനെ വിമർശിച്ചിരുന്നു. ഇത് റിപ്പബ്ലിക്കൻസിന്റെയോ ഡെമോക്രാറ്റ്സിന്റെയോ എന്നുള്ളതല്ല, ആരാണ് പ്രസിഡന്റ്, ദേ ഓൺ ദ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി എന്നാണ് വളരെ ബ്ലേറ്റന്റ് ആയിട്ട് വളരെ എംഫാറ്റിക്കലി ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ഈവൻ ദോ ട്രംപ് ഇപ്പം ഡെമോക്രാറ്റ്സിനെ ബ്ലെയിം ചെയ്താലും അൾട്ടിമേറ്റ്ലി ലീഡർഷിപ്പ് സംഹൗ ഫെയിൽഡ് ആയിട്ടുണ്ട്. ഡെമോക്രാറ്റ്സിനെ റിപ്പബ്ലിക്കിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കോൺസെൻസസ് കൊണ്ടുവന്ന് ഒരു ലീഡർഷിപ്പ് കാണിക്കാനുള്ള ഒരു അവസരം ട്രംപിന് നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ വിശകലനം ചെയ്യുന്നത്. നന്ദി ശ്രീ സജിമോൻ ആന്റണി, കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇനി രാവിലെയിലൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാകുന്നത് അറട്ടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. വാട്സാപ്പ് ആപ്പിനെ ഇന്ത്യൻ നിർമ്മിത അറട്ടെ മലർത്തി അടിക്കുമെന്ന് വരെ വിലയിരുത്തലുകളുണ്ട്. എന്തായാലും ചർച്ചകൾ തുടങ്ങിയതോടെ അറട്ടെയുടെ ഡൗൺലോഡിംഗ് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, നമുക്ക് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തെങ്കാശിയിലെ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ചതാണ് ഈ ആപ്ലിക്കേഷൻ എന്നതാണ്. തെങ്കാശിയിൽ മാത്രമല്ല, നമ്മുടെ കൊട്ടാരക്കരയിലും അടുത്ത കാലത്ത് സോഹോ കോർപ്പറേഷൻ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അറട്ടെ കുതിക്കുമ്പോൾ ന്യൂസ് 18 അഭിമാനിക്കാൻ ഒരു വകയുണ്ട്. 2 വർഷം മുൻപ് ന്യൂസ് 18 ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ആദരിച്ച ശ്രീധർ വെമ്പുവാണ് അറട്ടെയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സോഹോ കോർപ്പറേഷന്റെ അമരക്കാരൻ എന്നതാണത്. അറട്ടെയുടെ ലോകത്തെക്കുറിച്ച് ശ്രീജ ശ്യാമിന്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ഹേയ് വാട്സാപ്പ് എന്നൊക്കെ ചോദിച്ചാൽ അറട്ടെ എന്ന് പറയേണ്ടി വരും. വാട്സാപ്പിന് ഇതാ ഒരു മുട്ടൻ വെല്ലുവിളി എന്ന വിശേഷണത്തോടെ എത്തിയ അറട്ടെ തന്നെയാണ് ടെക് ലോകത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തമിഴ്നാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഹോ കോർപ്പറേഷൻ പുറത്തിറക്കിയ ഇന്ത്യയുടെ സ്വന്തം ചാറ്റിംഗ് ആപ്പ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അടക്കം ഇതേക്കുറിച്ച് പരാമർശിച്ചതോടെയാണ് ഈ ആപ്പ് വലിയ ചർച്ചാ വിഷയമായത്. ഒരു മെസ്സേജിംഗ് ആപ്പ് ആവുമ്പോൾ കുറച്ച് സ്റ്റൈലുള്ള പേരൊക്കെ ആയിക്കൂടെ എന്ന് പലരും ചിന്തിച്ചു കാണും. പക്ഷേ തമിഴ്നാട്ടുകാരെ അറിയാമല്ലോ, അവർക്ക് സ്വന്തം ഭാഷ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. മൊബൈൽ ഫോണിനെ കൈപേശി എന്ന് വിളിക്കുന്ന അടിപൊളി മനുഷ്യന്മാരാണ് അവർ എന്ന് ഓർക്കണം. ആ അവരിട്ട പേരിന് അർത്ഥം ഉണ്ടാകാതിരിക്കുമോ? അറട്ടെ എന്ന തമിഴ് വാക്കിന് സംസാരം എന്നാണ് അർത്ഥം. വെറും സംസാരമല്ല, ചുമ്മാ കൊച്ചു വർത്താനം പറയില്ലേ, അത് തന്നെ. ഒരു ചാറ്റിംഗ് ആപ്പിന് ഇതിലും നല്ല എന്ത് പേരിടാനാണ്? 2021 പുറത്തിറങ്ങിയതാണെങ്കിലും അടുത്തിടെ കേന്ദ്രമന്ത്രിമാരടക്കം സോഷ്യൽ മീഡിയയിൽ നൽകിയ പിന്തുണയാണ് അറട്ടെയെ ഇത്ര പെട്ടെന്ന് ജനപ്രിയമാക്കിയത്. അതായത് പ്രതിദിന ഡൗൺലോഡ് 3000 എന്നതിൽ നിന്ന് 3.5 ലക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക വളർച്ച. എന്നാലും വാട്സപ്പ് എവിടെ, ഈ തമിഴ് അറട്ടെ എവിടെ എന്നൊരു ചെറിയ സംശയം വന്നേക്കാം, സ്വാഭാവികം. പക്ഷേ ഒരൊറ്റ സെക്കൻഡ് നമുക്ക് സോഹോയെ പറ്റിയും അതിന്റെ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിനെ പറ്റിയും 2 വാക്ക് പറഞ്ഞ് അതിലേക്ക് പോവാം. തഞ്ചാവൂരിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനനം. ചെന്നൈ IITയിൽ നിന്ന് ബിടെക് ബിരുദം, PhD അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. സിലിക്കൺ വാലിയിൽ കരിയർ തുടങ്ങിയ വെമ്പു പക്ഷെ അധികകാലം അവിടെ നിന്നില്ല. ഇന്ത്യയിലേക്ക്, തന്റെ സ്വന്തം മണ്ണിലേക്ക് മടങ്ങി. തെങ്കാശിയിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം തുടങ്ങിയ അഡ്വെന്റ് നെറ്റ് എന്ന ചെറിയ സ്ഥാപനമാണ് പിന്നീട് സോഹോ കോർപ്പറേഷൻ ആയത്. 20 വർഷങ്ങൾ കൊണ്ട് 3000 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനം.
അവരാണ് അരട്ടൈ നിർമ്മിച്ചത്. ഡൗൺലോഡിലും സജീവ ഉപയോക്താക്കളുടെ എണ്ണത്തിലും വൻ കുതിച്ചുചാട്ടമാണ് അരട്ടൈ നടത്തിയത്. ആ കുതിപ്പ് വാട്സപ്പിന് വരെ വെല്ലുവിളിയാകും എന്ന വാർത്തകളൊക്കെ വന്നപ്പോഴാണ് പലരും ഈ അരട്ടൈ എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. അരട്ടയിലും വാട്സപ്പിലും ഒന്നിലധികം സമാന ഫീച്ചറുകളുണ്ട്. ഉദാഹരണത്തിന് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, വോയിസ് നോട്ട്, കോളിംഗ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ രണ്ടിലും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വകാര്യ ഉപയോഗത്തിനായി വീഡിയോകൾ, കുറിപ്പുകൾ, ഫോട്ടോകൾ എന്നിവ ശേഖരിച്ചു വെക്കാനും ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പോക്കറ്റ് ഫീച്ചർ അരട്ടയിലുണ്ട്. നമ്മളത് സെൻഡ് ടു മൈസെൽഫ് ഒക്കെയാണല്ലോ ചെയ്യാറുള്ളത് വാട്സപ്പിൽ. വീഡിയോ മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനായി പ്രത്യേക മീറ്റിംഗ് ടാബും ഈ ആപ്പിലുണ്ട്. ഇത് വാട്സപ്പിലില്ല. വാട്സപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ഡിവൈസുകളിൽ അരട്ടൈ ഉപയോഗിക്കാം. അതാണ് മറ്റൊരു പ്രത്യേകത. ആൻഡ്രോയിഡ് ടിവികളിൽ അരട്ടൈ ലോഗിൻ ചെയ്യാൻ കഴിയും. ഉപയോക്താക്കൾക്ക്, അതായത് ഒരേ സമയം 5 ഡിവൈസുകളിൽ വരെ ഈ ആപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാം. എൻട്രി ലെവൽ സ്മാർട്ട് ഫോണുകളിലും പഴയ 2G, 3G നെറ്റ്വർക്കുകളിലും തടസ്സമില്ലാതെ അരട്ടൈ ഉപയോഗിക്കാം. അതായത് പ്രധാന ടൗണുകളിൽ മാത്രമല്ല, ചെറു പട്ടണങ്ങളിലും ഈ ആപ്ലിക്കേഷൻ വളരെ സുഗമമായി ഉപയോഗിക്കാം. പരസ്യങ്ങൾ കാണിക്കുന്നതിന് ഉപയോക്താക്കളുടെ സ്വകാര്യ ഡേറ്റയും ആപ്ലിക്കേഷൻ ഉപയോഗിക്കില്ല എന്നാണ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിലൊന്ന്. ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ അരട്ടൈ അത്ര പോരെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. വാട്സപ്പ്, ടെലഗ്രാം, സിഗ്നൽ, iMessage ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട ഫീച്ചർ ഡിഫോൾട്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ്, അതായത് E2EE. മെസ്സേജിംഗ് ആപ്പുകളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സാങ്കേതിക വിദ്യയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. ഒരു സന്ദേശം അയക്കുന്ന ഡിവൈസിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിലാണ് സന്ദേശം അയക്കപ്പെടുന്നത്. ഈ സന്ദേശം സെർവർ, നെറ്റ്വർക്ക് തുടങ്ങിയ ഒരു സ്പേസിലും ആർക്കും വായിക്കാൻ കഴിയില്ല. ഈ സന്ദേശം ഡീക്രിപ്റ്റ് ചെയ്യുക സന്ദേശം സ്വീകരിക്കുന്ന അവസാനത്തെ ഡിവൈസിൽ മാത്രമായിരിക്കും. അതായത് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആളുടെ അടുത്ത് മാത്രമായിരിക്കും. സുരക്ഷയും സ്വകാര്യതയും ഉറപ്പെന്ന് ചുരുക്കം. ഈ സുരക്ഷയില്ല എന്ന ആരോപണം പക്ഷേ സോഹോ തള്ളുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ചാറ്റുകൾ നിലവിൽ എൻക്രിപ്റ്റഡ് അല്ലെങ്കിലും വോയിസ്, വീഡിയോ കോളുകളെല്ലാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഒരു സീക്രട്ട് ചാറ്റ് ഓപ്ഷനും നൽകുന്നുണ്ട് ഈ ആപ്പ്. കൂടാതെ പൂർണ്ണ എൻക്രിപ്ഷൻ ചാറ്റിൽ ഉൾപ്പെടെ ഉടൻ തന്നെ വരുമെന്ന ഉറപ്പും സോഹോ നൽകുന്നു. സ്വകാര്യതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന സേവനമാണ് അരട്ടൈ എന്ന് പറയുന്ന സോഹോ എല്ലാ ഉപയോക്തൃ ഡേറ്റയും ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുമെന്നും അടിവരയിട്ട് പറയുന്നുണ്ട്. അതേസമയം ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും രാജ്യത്തെ ആപ്പ് ചാർട്ടുകളിൽ 1ാം സ്ഥാനത്ത് എത്തിയെങ്കിലും ഇപ്പോൾ വാട്സപ്പുമായി അരട്ടയെ താരതമ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല എന്നൊരു വാദവും ഉയരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് എത്രത്തോളം ഈ ഇന്ത്യൻ ആപ്പിന് ദീർഘകാലം നിലനിർത്താൻ കഴിയും എന്നതും ഒരു പ്രധാന ചോദ്യമാണ്. പക്ഷേ സോഹോ പോലെ ഇതിനകം സോഫ്റ്റ്വെയർ സർവീസ് രംഗത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉറപ്പിച്ച കമ്പനി ഈ ഒരു അവസരം വെറുതെ കളയില്ലെന്ന് കരുതാം. ഇതിൽ വാട്സപ്പിന് 500 മില്യൺ ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനൊരു വെല്ലുവിളി ഉയർത്താൻ അരട്ടയ്ക്ക് കഴിയുമോ? കാത്തിരുന്ന് തന്നെ കാണാം. ഇനി സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ പിറന്നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം വിതിരയിലെ ശരത്ത് മഹിമ ദമ്പതികളുടെ മകളായ ഇമാ ശരത്തിന്റെ 3ാം ജന്മദിനമാണിന്ന്. ഇമാ ശരത്തിന് ന്യൂസ് 18ന്റെ പേരിൽ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇനി പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.